ഇന്നലെ ആദില നൂറ ഞാൻ അവരെയും മൈൻഡ് ചെയ്തില്ല, അവരെന്നെയും മൈൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ സിജോയുടെ മാരേജിന് വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടതാണ്. എനിക്കന്ന് അവർ വലിയ പിടിയില്ല, പക്ഷേ എന്നാലും ഞാൻ അന്നും മൈൻഡ് ചെയ്തില്ല, അവരും നമ്മളെ മൈൻഡ് ചെയ്തില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അവരോട് ഒരു അതൃതവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ലക്ഷ്മിയുടെ മൈൻഡ് സെറ്റിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവളൊരു അമ്മയാണ്, അവൾക്കൊരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൾ ആ സമൂഹത്തിന് വേണ്ടി അവൾ സംസാരിക്കും. പക്ഷേ ഇതെല്ലാം ലാസ്റ്റ് എൻ്റെ കുറേ എണ്ണം വന്നിട്ട് എൻ്റെ തലയിൽ വെച്ചിരിക്കുക. അഭിഷേക് പോയിട്ട് ക്ലൂ കൊടുത്തു, ഈ കത്തിക്കാൻ എന്തോ സമയമായി, കത്തിക്കാൻ സമയമായിരുന്നു, എന്തൊക്കെ ഡയലോഗ്സ് ഞാൻ കണ്ടു. പിന്നെ ഇവള് പറഞ്ഞത് എന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നത്? അക്ബറിനോട് എന്തോ പറയുന്നുണ്ട്. അക്ബർ ഒന്നും മിണ്ടുന്നില്ല. ഇവൾ ഇത്രയും വലിയ അലിഗേഷൻ അവിടെ പറയുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 19 പേരിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 18 പേര് എനിക്ക് അഗ്നസ്റ്റ് നിന്ന് മൊത്തം ഒറ്റക്കെട്ടായിട്ട് അവർ എന്നെ എതിർത്ത ആൾക്കാർ. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്നു. അവളുടെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് പറഞ്ഞ സാധനം. ഈ സമൂഹത്തിലെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഞാൻ ഇവർക്ക് എതിരാണെന്നാണ് ഞാൻ ഡയലോഗ് അടിച്ചത്. ആ ഡയലോഗ് കറക്റ്റാണ്. ഇപ്പോൾ റിയ സലീം ചെയ്തിരിക്കുന്നത്. അവളെ കുറ്റം പറഞ്ഞോ? ഒരു വിഷയമില്ല. പക്ഷെ അവളുടെ കുഞ്ഞിനെ പറഞ്ഞു, അവൻ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് അവളുടെ കുഞ്ഞിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 3 വയസ്സുള്ള അവളുടെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യാൻ അവന് നാണം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. CBSE സ്കൂളിൽ പഠിക്കുന്നവർ കേരള സിലബസിനെ കളിയാക്കും, കേരള സിലബസ് CBSEക്കാരെ കളിയാക്കും. ഇവിടെ രാഷ്ട്രീയക്കാർ ഒരു രാഷ്ട്രീയത്തിലുള്ളവർ മറ്റു രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നുണ്ട്, ഒരു മതത്തിൽപ്പെട്ടവർ മറ്റു മതക്കാരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇവരെ മാത്രം ഒന്നും പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതിനോട് എനിക്ക് ഇതില്ല. അത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റണം. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. ചില വാക്കുകൾക്ക് മൂർച്ചയേറെയാണ്. അത് ചിലപ്പോൾ മുറിപ്പെടുത്തിയേക്കാം, ഇല്ലെങ്കിൽ തലോടിയേക്കാം. അത്തരത്തിൽ പരിചിതമല്ലാത്ത ഒരു ശബ്ദം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉയർന്നിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി, റൈറ്ററായി, ഇപ്പോൾ ഇതാ ആക്ടറും കൂടിയാണ്. സ്വാഗതം അഭിഷേക്. ഹായ്. അവിടെ പ്രിയപ്പെട്ട അഭിഷേക്, നമസ്കാരം. താങ്ക് യു. ഒരു പക്ഷേ സീസൺ 7 ആയി. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടെന്നുള്ള രീതിയിലേക്ക് കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത ആളുകൾ വരുന്നത് പരിചിതമാണ്. പക്ഷേ ഇവർക്ക് എതിരൊരു ശബ്ദം ഉയർന്നത് അല്ലാതെ പരിചിതമല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസൺ 6 ആണ് അങ്ങനെ ഒരു ശബ്ദം വരുന്നതും വ്യക്തികൾ വരുന്നതും. ഈ പലപ്പോഴും ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരുടെ ശബ്ദങ്ങൾ ചിലപ്പോൾ ഈ താല്പര്യങ്ങൾ പൊതുവായിട്ടെന്നുള്ള രീതിയിലേക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും പറയുന്നത് വാക്കാൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അബിക്ക് ശരിക്കും പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് എന്നുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പ്രസ്താവന, അതോ ആ പ്രസ്താവന എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായമാണ്? അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റേതായിട്ട് ഒരു ഐഡന്റിറ്റി, ഞാൻ എന്താണ്, അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ഫെയിം, അവിടുന്ന് പിന്നത്തേക്കാണ് ഫെയിം വരുന്നത്. പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് ആൾക്കാരെ അറിയിക്കുക, അതായിരുന്നു. അപ്പം എൻ്റെ ക്യാരക്ടർ ഇതാണ്. ആൾക്കാർ പറയാൻ പേടിയുള്ളൊരു കാര്യമാണിത്. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പേടിയുള്ള സാധനം ഞാൻ പേടിയില്ലാതെ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഡേ ഒരു സെക്കൻഡ് ഡേയുടെ രാവിലെ ഇത്ര മാത്രം ഞാൻ മിണ്ടിയിട്ടുള്ള സാധനം. പക്ഷെ അത് എൻ്റെ ഇത്രയും വർഷമായി ഇപ്പോഴും അത് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം ഇപ്പോൾ ഞാൻ പറയാം, CBSE സ്കൂളിൽ പഠിക്കുന്നവർ കേരള സിലബസിനെ കളിയാക്കും, കേരള സിലബസ് CBSEക്കാരെ കളിയാക്കും. ഇവിടെ രാഷ്ട്രീയക്കാർ ഒരു രാഷ്ട്രീയത്തിലുള്ളവർ മറ്റു രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നുണ്ട്, ഒരു മതത്തിൽപ്പെട്ടവർ മറ്റു മതക്കാരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇവരെ മാത്രം ഒന്നും പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനോട് എനിക്ക് ഇതില്ല. അത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റണം. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലെങ്കിൽ അവർ കാണിക്കുന്നതെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇത് 2 ജെൻഡർ മതി എന്നുള്ളതാണോ, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് അല്ല ഞാൻ മൊത്തത്തിൽ സംസാരിക്കുന്നത്, ഇവർ ചെയ്യുന്ന ചില പ്രവർത്തികളിലേക്കാണ് ഞാൻ എതിർപ്പ്? ഏതാ ശരിക്കും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 2 ജെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് അങ്ങനെ നടക്കുന്നു, അതിനകത്ത് ഞാൻ 100% അങ്ങനെ പോട്ടെ എന്നുള്ള രീതി തന്നെ. പക്ഷേ ഈ നമ്മുടെ ഇപ്പോൾ ഞാൻ പറയും, ഈ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ളവർ ഞാൻ കണ്ടിട്ട് മാന്യമായിട്ട് ആരോടും ഒരു പരാതിയില്ലാതെ അവരുടെ സ്വയം ജീവിതം നോക്കി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഞാൻ ഒരിക്കലും എതിരല്ല. അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് ഞാനെന്ത് വേണം? അവർ നമ്മളെ ശല്യം ചെയ്യുന്നില്ല, നമ്മുടെ കുടുംബത്തെ ശല്യം ചെയ്യുന്നില്ല, നിങ്ങളുടെ കുടുംബത്തെ ശല്യം ചെയ്യുന്നില്ല, അവരവരുടെ ജീവിതമായിട്ട് പോകുന്നതിന് ഞാനെന്ത് വേണം? അതുകൊണ്ട് എനിക്കും അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, റിയ സലീമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ലക്ഷ്മിക്കെതിരെ ഒരു സാധനമുണ്ട്. അതായത് ലക്ഷ്മി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് റിയ സലീം ലക്ഷ്മിക്കെതിരെ പറയാം, അത് ഒരു കുഴപ്പമില്ല. ലക്ഷ്മിക്കെതിരെ വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അവൾ ചെയ്ത് തെറ്റാണെങ്കിൽ അതിപ്പോൾ ശനിയാഴ്ച ഒന്ന് ലാലേട്ടൻ അവളെ ഫ്രൈ അടിക്കും, അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല. പക്ഷേ അവളുടെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് പറഞ്ഞ സാധനം. ഈ സമൂഹത്തിലെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഞാൻ ഇവർക്ക് എതിരാണെന്നാണ് ഞാൻ ഡയലോഗ് അടിച്ചത്. ആ ഡയലോഗ് കറക്റ്റാണ്. ഇപ്പോൾ റിയ സലീം ചെയ്തിരിക്കുന്നത്. അവളെ കുറ്റം പറഞ്ഞോ? ഒരു വിഷയമില്ല. പക്ഷെ അവളുടെ കുഞ്ഞിനെ പറഞ്ഞു, അവൻ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് അവളുടെ കുഞ്ഞിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 3 വയസ്സുള്ള അവളുടെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യാൻ അവന് നാണം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ ബഡായ് ബംഗ്ലാവ് ആര്യയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൽ പോയി. അത് എന്നെ ആര്യയെ വിളിച്ചിട്ടാണ് ഞാനവിടെ പോകുന്നത്. ആ പോയതിന് അവർ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുത്തതിന് അന്ന് ആര്യയെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരിക്കുകയാണ് ഈ റിയ സലീം. അപ്പം ഇപ്പം ഇവൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണല്ലോ.
അപ്പോൾ ഇവന് ഈ ചെയ്യുന്നത് എന്താ, അവർ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെല്ലാം ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുക, കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗ്. കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണെന്നുള്ളത്. ഈ ചോദ്യത്തിന് മുമ്പേ ഉത്തരം വന്നു. അതായത് ബിഗ് ബോസിലേക്ക് പോകുന്ന തന്നെ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അഭി. പക്ഷെ നമ്മൾ പറയില്ലേ, ചിലത് കുത്തി അവൻ വന്നു എന്ന് പറഞ്ഞ പോലെ, മാൻഡ്രിക് മറ്റേല് പറഞ്ഞ പോലെയാണ്. അഭി പോയതിന് ശേഷം അവിടെ കോലാഹലങ്ങളാണ്. മരുന്ന് കൊടുത്തിട്ട് വന്നു എന്നുള്ളവരെ കേൾക്കുന്നു. ഞാൻ കണ്ടു കുറെ മീഡിയക്കാർ അഭിഷേക് ഇനി തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ചിന്തി ഇവർക്ക് നാണമുണ്ട്, ഇവർ എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. മറ്റേ എപ്പിസോഡ് എഡിറ്റാണ് ഓക്കെ, ലൈവിൽ കുറേ സാധനമുണ്ട്, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും ലൈവ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഞാൻ ആ അടുക്കളയിൽ നിൽക്കുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എടാ ഗെയിം എങ്ങനെയുണ്ട്, ഗെയിമൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ വിഷയത്തിലിടും. ആകെപ്പാടെ ഞാൻ അനുമോളോട് പറഞ്ഞു അവിടെ പ്ലാച്ചി പ്ലൂച്ചി ഞാൻ പോകുമ്പോൾ എടുത്തോട്ട് പോകും പറഞ്ഞേക്കാം, ഇതൊക്കെ അങ്ങനെ ഞാൻ മാത്രം. അല്ലാതെ ഞാൻ അവരുടെ ഗെയിം മാറ്റാൻ ഞാൻ നോക്കിയിട്ടേ ഇല്ല. പക്ഷെ എൻ്റെ ഏതോ കഷ്ടകാലത്ത് അന്ന് വൈകുന്നേരം എന്തോ സംഭവിച്ചു, അവിടെ എന്തോ നടന്നു. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം കൂടി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണ്ട അവൻ കാല് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മറ്റേ നമ്മൾ പറയത്തില്ലേ ചക്ക വീണ് മുയൽ ചേർത്ത് എന്നൊക്കെ പറഞ്ഞത്, ആ ഒരു ടൈപ്പ് സാധനം. നമ്മുടെ അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അതിനേക്കാൾ ഒരു പ്രേക്ഷകന്റെ POV എടുത്ത് നോക്കുമ്പോൾ ലക്ഷ്മിയുടെ പരാമർശത്തിലൂടെ എന്താ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല. അപ്പോൾ അവളുടെ ആ വീഡിയോ പെട്ടെന്ന് തന്നെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ലക്ഷ്മി പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോൾ ഫസ്റ്റ് എനിക്കത് അറ്റവും മൂലം എനിക്ക് മനസ്സിലാവണില്ല എന്തോ സാധനം എന്നുള്ളത്. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായി അവിടെ വേറെന്തോ അതിന് മുമ്പ് നടന്നിട്ടാണ് ബാക്കി ഇതൊക്കെ വരുന്നത്. അപ്പോൾ എന്തോന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവൾ പറഞ്ഞത് എന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നത്, അക്ബറിനോട് എന്തോ പറയുന്നുണ്ട്, അക്ബർ ഒന്നും മിണ്ടുന്നില്ല. ഇവൾ ഇത്രയും വലിയ അലിഗേഷൻ അവിടെ പറയുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 19 പേരിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 18 പേര് എനിക്ക് അഗനിസ്റ്റ് നിന്ന് മൊത്തം ഒറ്റക്കെട്ടായിട്ട് അവരെന്നെ എതിർത്ത ആൾക്കാർ. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്നു. ഇവരാരും ഒന്നും മിണ്ടുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാധാരണ ഇങ്ങനെ ഇപ്പോൾ ആദില നൂറ എന്ന് പറഞ്ഞാൽ അവർ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ് അതിനകത്ത്. അവർ നല്ല പറയേണ്ടത് അവർ പറയുന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവരൊന്നും മിണ്ടുന്നില്ല, ഞാൻ അതൊക്കെ ചിന്തിക്കുന്നത്. അതെന്താ ഇങ്ങനെ വരുന്നത്, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് ലക്ഷ്മി പറഞ്ഞത് ആദിലനൂറയ്ക്ക് മനസ്സിലാവാത്തതാണോ അതോ അവർക്ക് ഇപ്പം നമ്മൾ അത്രയും ഇമോഷണലി വീണ് പോകുമ്പോൾ പറയാൻ വാക്കുകളില്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ആദിലൊക്കെ നന്നായി സംസാരിക്കുന്ന ആളാണ്, നൂറിന് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അഭിക്ക് എന്താ തോന്നുന്നത്, അവർക്ക് ആ പറഞ്ഞതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാവാഞ്ഞിട്ടാണ് അത് വാക്കുകളില്ലാതെ ഒരു ഐഡിയ ഇല്ല അതെന്തോ സാധനം. അവരൊന്നും മിണ്ടുന്നില്ല, ഇവള് പറഞ്ഞിട്ട് പോകുന്നു. അക്ബർ അതുവരെ തുള്ളിക്കൊണ്ടിരുന്ന അക്ബർ പിന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതെന്താ സംഭവം, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് ബിഗ് ബോസ് ആയതുകൊണ്ട് എനിക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ എഡിറ്റോ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് എനിക്കറിയില്ല. പക്ഷെ അവൾ പറഞ്ഞത് ഇപ്പം നമ്മൾ കണ്ടത് വെച്ചാണെങ്കിൽ അവൾ ജോലിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് അവർ പുറത്തുള്ള ജോലിയാണെങ്കിൽ അത് തെറ്റാണ്. രണ്ടുപേരും IT കമ്പനീസിൽ ജോലി ചെയ്യുന്ന ആയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ശരിക്കും പറയുന്നുണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ നടക്കാൻ കൊള്ളാത്തവർ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ജോലി ഇല്ലാതെ IT വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്ക് ആ വീട്ടിൽ കയറ്റാതെ അത് അവർ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അക്ബറിന്റെ വീട്ടിൽ എന്തോ ഒരു ഫോൺ കോൾ വന്നെന്നോ എന്തൊക്കെയോ റീസൺ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിന്റെ അമ്മ പറഞ്ഞു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഈ സീസൺ കാണാത്തതുകൊണ്ട് എനിക്കിത് വലിയ പിടി കിട്ടുന്നില്ല, എന്താണ് സാധനം എന്നുള്ള പിടി കിട്ടുന്നില്ല. ഇവിടുന്ന് പല ടൈപ്പ് ഓഫ് അഭിപ്രായം വരുന്നുണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പറയുന്നു, ഇതിന് ഭയങ്കരമായിട്ട് അഗനിസ്റ്റ് ആയിട്ട് കുറേ പേര് പറയുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വന്നു. ഞാൻ അപ്പോൾ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ മൊത്തം കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും അഭിഷേക് ശ്രീകുമാർ എഫക്റ്റ്. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുന്നവരുടെ വക്താവായിട്ട് അഭിഷേക് അത് സത്യം കേട്ടോ. കാരണം ഇനി ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഈ അഭിഷേകിന് ശേഷം മുമ്പെന്നും പറഞ്ഞ പോലെ സത്യം അല്ലേ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം അതിന് മുമ്പ് വരെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റേ എന്തോ അനീഷിൻ്റെ എൻട്രി ടൈമിൽ പറയുന്നുണ്ട് സ്ത്രീവിരുദ്ധം എന്തോ മെൻസ് റൈറ്റിന് വേണ്ടി സംസാരിക്കുന്നത്. ശരിക്കും ഞാൻ ആ കാറ്റഗറിയിൽ നിന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മെൻസ് റൈറ്റ് കാറ്റഗറിയിൽ നമ്മൾ പുള്ളി വന്നിട്ടുണ്ട്. പക്ഷെ അത് പുള്ളി അകത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും സെലക്ഷൻ ടൈമിൽ പുള്ളി അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അവരെന്തായാലും ലാലേട്ടൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ മെൻസ് റൈറ്റ്. അപ്പം എനിക്കൊന്ന് അനീഷ എൻട്രി ടൈമിൽ പറയുന്നുണ്ട് പുരുഷന്മാരുടെ കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഇനി തൊട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള സത്യം. പക്ഷേ പുള്ളി അത് യൂസ് ചെയ്തില്ല. ഞാൻ കറക്റ്റ് യൂസ് ചെയ്തു, പുള്ളി യൂസ് ചെയ്തില്ല. പക്ഷേ ഈ വട്ടം വന്ന ലക്ഷ്മി അതല്ല, ആ കാറ്റഗറി അല്ല. പക്ഷേ ലക്ഷ്മിയുടെ മൈൻഡ് സെറ്റിൽ അത് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവളൊരു അമ്മയാണ്, അവൾക്കൊരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ആൾക്കാർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൾ ആ സമൂഹത്തിന് വേണ്ടി അവൾ സംസാരിക്കും.
അപ്പോൾ ഈ വട്ടം ലാലേട്ടൻ വരുമ്പോൾ അവൾ എന്താ പറയാൻ പോകുന്നത് നമുക്കറിയത്തില്ല, എന്താണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ലാസ്റ്റ് എൻ്റെ കുറേ എണ്ണം വന്നിട്ട് എൻ്റെ തലയിൽ വെച്ചിരിക്കുക. അഭിഷേക് പോയിട്ട് ക്ലൂ കൊടുത്തു, ഈ കത്തിക്കാൻ സമയം എന്തോ സമയമായി, കത്തിക്കാൻ സമയമായിരുന്നു, എന്തൊക്കെ ഡയലോഗ്സ് ഞാൻ കണ്ടു. കീവേഡ് കൊടുത്തു ഞാൻ ഒരു കീവേഡ് കൊടുത്തിട്ടില്ല. ഞാൻ ആകെപ്പാടെ അവളോട് പറഞ്ഞത്, ഞാൻ വീട്ടിൽ വരുമ്പോൾ നീ ചായ ഉണ്ടാക്കി തരുന്ന, എനിക്ക് ചായ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ടോ, ഓക്കെ എന്നാൽ അതും ഓക്കെ. പിന്നെ ഞാനെന്താ പറയുന്നത്, അവൾ ചോദിക്കുന്നുണ്ട് ഫുഡും ഉറക്കവും ഒക്കെ ഉണ്ടോ. ഞാനപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, എന്ന് പറഞ്ഞ് ഞാൻ വിടുന്നുണ്ട്. അതായത് ഞാൻ ഫുൾ ടൈം ഇത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും മിണ്ടണില്ല, എന്ന് പറഞ്ഞാൽ അങ്ങ് വിടുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ അവനോട് ചോദിക്കുന്നത് സിനിമയുടെ കാര്യമാണ് പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയൊക്കെ പോയി പ്രൊമോഷൻ ചെയ്തോ, ഇതെന്ത് പറ്റി ഇങ്ങനെ പ്രൊമോഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി നിങ്ങളിങ്ങനെ പ്രൊമോട്ട് ചെയ്തേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രശ്നക്കാരുണ്ടായിരുന്നു, അവരെ മാറ്റി നിർത്തിയപ്പോൾ നമ്മൾ പ്രൊമോഷൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, എന്ത് പറ്റി 5-ാം തീയതി മാറ്റി, അങ്ങനത്തെ സംസാരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ വേണ്ടിയിട്ടില്ല. ആ അനുമോളോട് ഞാൻ പറഞ്ഞിട്ടുള്ള പാവയെക്കുറിച്ച് ഒരു 5 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്ലാച്ചി ഞാൻ പോകുമ്പോൾ കൊണ്ടുവന്നുണ്ട്, എവിക്റ്റ് ചെയ്തുകൊണ്ട് പോകുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല. ലാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ തലയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം വരുമ്പോഴും എന്നെ വെച്ച് തന്നെ കമ്പയർ ചെയ്യും. ഇത് ഇനിയിപ്പോൾ ആരും ഇതിന് അഗെയിൻസ്റ്റ് ആയി സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിന് തന്നെ കുറെ കമ്പാരിസൺ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സീസൺ 6 ഓക്കെ, പക്ഷേ സീസൺ 6 എന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ വീഡിയോ വന്ന്. അതെന്താ വെച്ചാൽ ഞാൻ വന്നു കഴിഞ്ഞ് കാണാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്, അതെനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഷോ കാണാൻ തുടങ്ങി. കാരണം അവർ അത് ചിന്താഗതിയുള്ള ഒരാൾ വന്നു, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3rd റണ്ണറപ്പായി. എങ്ങനെ 3rd റണ്ണറപ്പ്? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പല കണ്ടന്റും ഇല്ല. ഈ പല കണ്ടന്റും ഇല്ലാതെ ഞാൻ കുറച്ച് ടിക്കറ്റ് ഫിനാലെ ജയിക്കുന്നു, കോമ്പറ്റീഷൻസ് ജയിക്കുന്നു, പല എൻ്റെ ചെറിയ ചെറിയ കണ്ടന്റ്സ് ഒന്നും വരാതെ ഞാൻ ചില ടിക്കറ്റ് ഫിനാലെ ഡയറക്റ്റ് ഫസ്റ്റ് കിട്ടിയത് അബിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് കിട്ടി വന്നു എന്നുള്ളതിൽ ബാക്കി ഇവർ സപ്പോർട്ട് ചെയ്യാൻ എന്തായിരുന്നു ഉള്ളത്? അമ്മയുടെ ലെറ്റർ, ഇതൊക്കെ അല്ലാതെ വേറെ എന്താണ് ഞാൻ ഇൻപുട്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എപ്പിസോഡിൽ അതൊന്നും ഇല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് വൈറ്റ് കാർഡിൽ വന്നിട്ടാണ് അതാണ് മെയിൻ സംഭവം. എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം മറ്റേത് ആദ്യം കിട്ടുന്നവർക്ക് ഒരു പ്രിവിലേജ് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുമ്പോഴും വൈറ്റ് കാർഡ് വന്നിട്ട് അത്രയും നിൽക്കുന്നത് വേറെ ആളില്ല. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ലാംഗ്വേജിൽ വിന്നർ വരെ ഉണ്ടെങ്കിലും മലയാളത്തിൽ അത് അത്രത്തോളം പരിചിതമല്ല. അപ്പോൾ ആ രീതിയിൽ കിട്ടുന്നതിന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരു വിന്നർ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഭയങ്കര സങ്കടത്തോടെ എനിക്ക് ഇന്നലെയും കൂടെ ഞാൻ ഒരു മെസ്സേജ് ഇന്നലെ കണ്ട് ഓപ്പൺ ആവുന്നത് ബർത്ത്ഡേ വിഷയം വന്നപ്പോൾ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ചേട്ടൻ വിന്നറാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ആ ഇഷ്ടമാണ് എന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ഇഷ്ടം ഇപ്പോൾ അടുത്ത സീസൺ വരുമ്പോൾ അത് കമ്പയർ ആവുക. ഇപ്പോൾ ലക്ഷ്മിയുടെ അത് വന്നപ്പോഴത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേര് അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനി എങ്ങനെ ആവും എന്ന് എനിക്കറിയത്തില്ല. ഇത് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുന്നതിനേക്കുള്ള അപ്പുറത്തേക്ക് ഇവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളുടേതായിട്ടുള്ള ശബ്ദം ഉണ്ട് എന്നതിനെ അംഗീകരിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളാണ്. ഒരു പക്ഷേ LGBT എന്നുള്ളൊരു ഹാഷ്ടാഗിന് കിട്ടി തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് നാളായിരുന്നു പരിചിതം തന്നെ ഉണ്ടാവുക. അപ്പോൾ അവിടെ സ്പേസ് അവർ അംഗീകരിക്കുന്നു എന്ന് കിട്ടി തുടങ്ങുന്ന ഒരു സമയത്താണ് അഭിഷേകിൻ്റെ ഒരാൾ വന്നിട്ട് എഗെയിൻസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരും ഞങ്ങളുടേതായിട്ടുള്ള. അപ്പോൾ നേരത്തെ പറയുണ്ടായി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി അതിനപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയും, സിനിമക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലുണ്ട്. ഇതെല്ലാം 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളിലും സപ്പോർട്ടേഴ്സും ഉണ്ട്. പക്ഷേ LGBT കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ സപ്പോർട്ടേഴ്സ് ഇല്ലാത്തിടത്ത് നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴാണ് അടുത്തൊരു ശബ്ദം വരണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. കാരണം ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം, നമുക്കും നിങ്ങളുടെ ഒരാളാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരിക്കും അവരും ജീവിക്കട്ടെ, അവരും അവരുടേതായിട്ടുള്ള ശൈലികളും കാര്യങ്ങളും ഇഷ്ടങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്, അവർക്കെതിരെ നിലകൊള്ളണ്ട എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്? ഞാനത് നേരത്തെ പറഞ്ഞ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് നമ്മളെതിരേ അല്ല. ഇപ്പം ഞാൻ ഈ റിയാസ് അലിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുട്ടികളെയാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞ ഡയലോഗ് തന്നെ അതാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എതിരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ ലാലേട്ടൻ വന്ന് വഴക്ക് പറയുമ്പോൾ അഭിഷേക് ഹോൾ കമ്മ്യൂണിറ്റി പറയരുത്. ഞാനപ്പോൾ നോക്കിയപ്പോൾ ജാൻമണി ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണ്. പക്ഷെ ജാൻമണി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ ഞാൻ ശരി ലാലേട്ട, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിലാണ് പോയത്. ശരി, ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഞാൻ എതിർക്കുന്നു. ശരിക്കും അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇപ്പോൾ മറ്റേ ഈ പറഞ്ഞ അഭിഷേക് ജയദീപിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകൾ അന്ന് പുറത്ത് വന്നതാണ്. കൊറിയൻ മല്ലൂനെ പറഞ്ഞ സാധനങ്ങളൊക്കെ അന്ന് പുറത്ത് വന്നതാണ്. ഇതുപോലെ ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോൾ റിയാസ് അലിയും കുട്ടികളെ പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ എതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എതിർക്കും. അപ്പോൾ അതിനെ നിങ്ങൾ അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെ അവർ കോമൺ ആക്കും. അയ്യോ, അവർ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെ പറയുന്നു എന്നുള്ളത് അവർ കോമൺ ആക്കും. അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കറക്റ്റ് ടാർഗറ്റ് ചെയ്തു. ഇനിയിപ്പം ഇന്നലെ ആദില നൂറ, ഞാൻ അവരെയും മൈൻഡ് ചെയ്തില്ല, അവരെന്നെയും മൈൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ സിജോയുടെ മാരേജിന് വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടതാണ്. എനിക്കന്ന് അവർ വലിയ പിടിയില്ല. പക്ഷേ എന്നാലും ഞാൻ അന്നും മൈൻഡ് ചെയ്തില്ല, അവരും നമ്മളെ മൈൻഡ് ചെയ്തില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അവരോട് ഒരു അതിർത്തിയില്ല, ഒന്നുമില്ല. അപ്പം പുള്ളിക്കാരി ഒരു ബിഗ് ബോസിനകത്ത് പറഞ്ഞത് അനീഷിനോട് ഞങ്ങൾ വിചാരിച്ചു ചേട്ടൻ ഹോമോഫോബിക്കാന്ന്. അപ്പോൾ അത് വെച്ച് പിള്ളേരൊക്കെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വട്ടം ചെയ്തൊരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാൻ അവർക്ക് ഹെയ്റ്റ് സ്പീച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഹെയ്റ്റ് സ്പീച്ചും കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് വേണം ചെയ്യാമല്ലോ. ഇപ്പോൾ പറഞ്ഞ കമ്മ്യൂണിറ്റി ഞാൻ അങ്ങനെ ഹെയ്റ്റ് സ്പീച്ചിനൊന്നും പോയിട്ടില്ല. അതേ സമയത്ത് ഇപ്പം പ്രവീൺ എന്ന് പറഞ്ഞ ആൾ എന്താ എനിക്ക് ഈ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് കൈ തന്ന് കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. പോകാൻ നേരത്ത് കൈ പിടിച്ച് ഹഗ് ചെയ്തു. വന്നപ്പം ചെയ്തു. അടുക്കളയിൽ നിന്ന് സംസാരിച്ചു. പോയി കഴിഞ്ഞിട്ട് പറയുക എന്താ എനിക്ക് അവന് ഇഷ്ടമല്ലെന്ന്. അത് പറഞ്ഞാൽ നട്ടലില്ലാത്ത പരിപാടിയല്ലേ. ചെയ്യാൻ പാടില്ല. അത് ആ കാര്യത്തിൽ ആദില നൂറ ചെയ്തത് കറക്റ്റ്. അവർ മൈൻഡ് ചെയ്തില്ല, ഞാനും മൈൻഡ് ചെയ്തില്ല. നമ്മൾ എനിക്കൊന്ന് ഐ കോൺടാക്റ്റേ നമ്മൾ ആരും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് അതിൻ്റെ കാര്യമില്ല. കാരണം ആശയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല, നമ്മൾ അങ്ങോട്ട് ശല്യം ചെയ്യുന്നില്ല. നമ്മൾ ആ പാട്ടിന് പോയി. പക്ഷെ അവനങ്ങനെ പറയേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം അതൊരു ഭയങ്കര ഇൻസൾട്ടാണത്. ഇത് പലപ്പോഴും ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചിലവർ ഇപ്പോൾ ജെൻഡർ അത് എന്താണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഫാമിലിയിൽ ഉൾക്കൊള്ളാനും. ഇപ്പോൾ അഭിഷേക് വരെ അവിടെ വന്നിട്ട് സംസാരിക്കലും പിന്നീട് ഫാമിലിയിലും അമ്മയൊക്കെ ഓക്കെ അവരുണ്ടായിട്ടുണ്ട്. ചിലർക്ക് എന്നുള്ള രീതിയിലേക്ക് ഇത്തരമുള്ള ഒരു സമൂഹത്തിൽ വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാം. അപ്പോൾ എനിക്ക് നൂറാദില എന്നുള്ള ഇതിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ വരുന്നത്. അവർക്ക് ഫാമിലി രണ്ട് രീതി എല്ലാം കൊണ്ടും മാറി നിൽക്കുന്നവർ. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവർക്കൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അവരുടെ ഫാമിലി സൈഡിൽ നിന്നുള്ള കിട്ടുമ്പോൾ പറയുമ്പോഴും ഇത് അവർ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ ഒരു ഫാമിലി ടാസ്ക് ടൈമിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ അങ്ങനെ വരണം. അപ്പോൾ ഇതേ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലെ ഒരു പരാമർശം കൂടി വരുന്നത്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാമെന്ന് ചോദിക്കാൻ അപ്പുറത്തേക്ക് ഒരാളെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല വരുന്നത്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഇപ്പം അഭിഷേകം ചോദിക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും കാണുന്നവരുടെ ഒരു POV ആളുകളുടെ മാറ്റമുണ്ട്. കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ആളുകളെ ഇവരെ എങ്ങനെ നോക്കി കാണുന്ന അഭിഷേകം തോന്നുന്നത്? ഞാൻ കാണുന്ന ഇപ്പോൾ അവരുടെ ഫാമിലീസ് പ്രശ്നമുണ്ട്. അത് അവരുടെ ഫാമിലിയുടെ ഓരോ ഫാമിലിക്ക് ആഗ്രഹം ഉണ്ടാവും. അവരുടെ മക്കൾ എങ്ങനെ ആവണം. അപ്പം അതിൽ നിന്ന് ഭയങ്കര വിപരീതമായിട്ട് പോകുമ്പോൾ അവരുടെ ഫാമിലീസിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് ഇവർ ഫാമിലി എനിക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവും. എനിക്കൊന്നും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഫാമിലിയെ വെച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ ഇവര് ഫാമിലിയെ കുറിച്ച് സ്വന്തമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ കാര്യങ്ങൾ അത് അവരായിട്ട് അങ്ങ് പോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ലക്ഷ്മി അത് പറഞ്ഞാൽ ലക്ഷ്മിക്ക് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അത് സംഭവം അവരിപ്പം ചില അവരവരുടെ കാര്യം നോക്കി പോകുന്നു. എനിക്കൊന്നും കൂടുതൽ നമ്മൾ ഇപ്പം പറയാം ഇത് കാണുന്ന ഫാമിലീസാണ്, കുട്ടികളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇതുപോലെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നിട്ടുണ്ട്. ശരി, അത് അത് മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അവർ കൂടുതൽ ഇത് എനിക്ക് കൂടുതൽ നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കുട്ടികൾ അവരുടെ ലൈഫിൽ അവരെന്ത് ചെയ്യുന്നു അത് അവർ ചെയ്തോട്ടെ. എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. അവർ കപ്പിളായിട്ട് ജീവിക്കുമോ പിരിഞ്ഞ് ജീവിക്കുമോ അത് നമ്മുടെ വിഷയമില്ല. കൂടുതൽ നോർമലൈസ് ചെയ്യരുത് എന്നുള്ളത്. കാരണം ഇത് കാണുന്ന കുറേ ഫാമിലി കൊച്ചു ഫാമിലി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലീസാണ്, നാട്ടിൻപുറത്തെ കുടുംബം. അപ്പോൾ അവർ കുട്ടികളൊക്കെ കാണുന്നതാണ്. അപ്പോൾ കുട്ടികളെ ചിലപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴെന്തൊന്നും പറഞ്ഞു ഇവർ തനിയെ ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ. എല്ലാവരും കൊച്ചിലെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ആരും ആയത്. അത് തനിയെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല. തനിയെ വരുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ കൊച്ചിലെ നമ്മൾ ഇത് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതിൽ പല അഭിപ്രായ ആൾക്കാർക്കുണ്ട്. പക്ഷെ ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കാണുന്ന ഒരു മനോഭാവവും സമീപനമുണ്ടല്ലോ കമ്മ്യൂണിറ്റി. ഇത് അഭിഷേകിന് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ആ സർക്കിളിൽ പെട്ടവരോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട റിലേറ്റീവ്സിൽ പെട്ടവരോ ആരെങ്കിലും ഒരൊക്കെ എന്നുള്ളത് ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടെങ്കിൽ അവരോട് കാണിക്കുന്ന മനോഭാവം സെയിം തന്നെയായിരിക്കും. ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് അഭിപ്രായങ്ങളുണ്ട്. ചിലർക്ക് മതമാണ്, അവരുടെ മതത്തിൽ ഇതിനെതിരാണെന്നുള്ള രീതിയിൽ അവരങ്ങനെ പോകുന്നു. ചിലർക്ക് ഈ കണ്ടാൽ എനിക്ക് ഭയങ്കര അറപ്പാണ്. ചിലർക്കുണ്ട് ഈ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഗേ കിസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്നുള്ള രീതി വരും. അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് ഇത് നോർമൽ, ഇത് വേണ്ട, ഇങ്ങനത്തെ സാധനം നോർമലൈസ് ചെയ്യേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയോ. അങ്ങനെ പല ടൈപ്പ് ഓഫ് അഭിപ്രായമായിരിക്കും. അപ്പോൾ ഈ അഭിപ്രായത്തിൽ എല്ലാവരും കൂടെ നോക്കുമ്പോൾ റിസൾട്ട് എന്താ? സെയിം റിസൾട്ട്. ആ റിസൾട്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പോൾ ഓൾറെഡി കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ അഭിഷേകിന്. എനിക്ക് അപ്പോൾ അഭിഷേകിൻ്റെ ആ മനോഭാവം തന്നെ ഇപ്പോൾ അഭിഷേകിൻ്റെ സർക്കിളിൽ ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തിലെ ഒരു പ്രവണതയുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കാണുന്ന സമീപനം ഇപ്പോൾ അവർ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം, ഈ സെയിം സമീപനം തന്നെയായിരിക്കും അവരുടെ അടുത്ത്. സുഹൃത്തുക്കളായിട്ടില്ല. ഇല്ല അങ്ങനെ എന്നോട് എനിക്ക് പണ്ട് ഞാൻ ബിഗ് ബോസ് ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരു പയ്യൻ ഭയങ്കര ഫ്രണ്ടായിരുന്നു. അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഞാനത് ചിരിച്ചിട്ടു. എനിക്ക് തമാശയ്ക്ക് നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ഇവരിങ്ങനെ എന്നിട്ട് എന്നോട് എനിക്കിതിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഒരു ഇഷ്ടം. പക്ഷേ പിന്നെയാണ് അവൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയല്ല, ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ബ്രോ ഞാനതല്ല,
ഓക്കെ. ആ. എനിക്കതിൽ താല്പര്യമില്ല. നീ ഒന്നും വിചാരിക്കണം, നീ എന്നെ നല്ല ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ എന്ത് കാര്യത്തിലും കൂടെ ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ അതുവരെ അറിയില്ലായിരുന്നു സുഹൃത്തിനെ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് അറിയില്ലായിരുന്നു. ഇല്ല എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ അങ്ങനെ ഒരു അവനറിയാം ഞാൻ ഇതിനെ അഗൈൻസ്റ്റ് നിൽക്കുന്ന ഒരാളാന്ന് പറയാം. ആളാന്ന് അറിയും ചെയ്യാം. പക്ഷേ അവൻ പറഞ്ഞു ഞാൻ ചിലപ്പം പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ എനിക്ക് വലിയ സങ്കടമാവും, ഓക്കെ. നീ എന്തായാലും റിജക്ട് ചെയ്യും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് ആള് ഗേ തന്നെയാണ്. പക്ഷേ എനിക്കറിയത്തില്ല. അറിയില്ലായിരുന്നു. അവൻ കല്യാണം, ഞാൻ പറയണ കല്യാണമൊക്കെ കഴിക്കുന്നത് നമ്മളങ്ങനെ ഫ്രണ്ട്ഷിപ്പോട് പറയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴാണ് അവൻ ഒരു വട്ടം എന്നോട് ഇത് പറയുന്നത്. ഓക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു കൂടുതൽ മിണ്ടുന്നോറും അവന് ഇനി അങ്ങനത്തെ ഫീലിങ്സ് തോന്നണ്ട, ഓക്കെ. നമ്മളങ്ങനത്തെ പ്രതീക്ഷ ഒന്നാ ഞാൻ ഇതിനെതിരെ ഇനി അങ്ങനത്തെ പ്രതീക്ഷ ഒന്നും കൊണ്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പതുക്കെ നമ്മളിപ്പോൾ അങ്ങനെ വലുതായിട്ട് മിണ്ടാറൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൽ നേരത്തെ അഭിഷേക് പറഞ്ഞത് ഇതിനെ നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള സാധനം. എന്നുള്ള കാതൽ സിനിമ പോലെ കാതലിൽ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ചിലർ ഇപ്പോഴും ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വിവാഹ ജീവിതം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ മാറിക്കോളും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതവും അപ്പുറത്തെ ഒരാളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഒരാളുടെ പാർട്ട്ണറുടെ ജീവിതം കൂടിയിട്ട് മാറുന്നുണ്ട്. ശരിക്കും ഇത് അങ്ങനെ രീതിയിലേക്ക് കാര്യമാക്കി എടുക്കാതെ നമ്മൾ പോകുന്ന രീതിയിലേക്ക് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന മറ്റൊരാളുടെ ജീവിതം കൂടി ആവില്ലേ? അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ലേ, ഇത് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്രയോ പേര് കല്യാണം കഴിക്കാൻ നിൽക്കുന്നു, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോലും കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾ എന്ത് കിട്ടാൻ വലിയ പാടാണോ ഈ കാലത്ത്? ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കിട്ടി അതുമായിട്ട് മുമ്പോട്ട് പോവുക. എനിക്കൊന്ന് പണ്ട് 80s 70s കാലഘട്ടത്തൊക്കെ ഇത് വെച്ച് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിരിക്കും. ഇക്കാലത്ത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടുപിടിച്ച് നിങ്ങൾ പോയി ജീവിച്ചോ, ആർക്കും ശല്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും എന്താ പ്രശ്നം? ഇപ്പോൾ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ജീവിച്ച് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ ഞാനെന്ത് വേണം? എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷേ അതേ സമയത്ത് ബാക്കിയുള്ളവരുടെ ഈ കല്യാണം കഴിച്ച് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ആവാം കേട്ടോ, ഇങ്ങനെ ചെയ്യാൻ കേട്ടോ എന്നീ കുട്ടിയെ പോയി അതാണ് ഈ അമേരിക്കയിലും ഈ പല രാജ്യങ്ങളിലൊക്കെ നടന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ പല രാജ്യങ്ങളിൽ ബാൻ നടന്നത്. കാര്യം ബാൻ ചെയ്യാൻ കാര്യം ഇവർ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തനിയെ ഫൈൻഡ് ഔട്ട് ചെയ്യും, നിങ്ങൾ ജീവിക്കുക, ആരും നോക്കുന്നു. ഇത് ആക്ച്വലി US-ലൊക്കെ ബാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ പോലും കുറേ കാര്യങ്ങളിൽ നിയമം അല്ലെ ഇന്ത്യയിൽ ഒന്നും ബാനിങ് പരിപാടി നടക്കില്ല. അപ്പോൾ പക്ഷേ UK-ൽ അത്രത്തോളം അനുവദിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ പരാമർശം വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നു, പഴയ നമ്മുടെ ഓൾഡ് ജനറേഷനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ UK-ൽ പോയി പഠിച്ച ഒരാള് അവിടെ ഇത് നിയമം അനുവദിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ലൈഫ് കുറെ പേരെ കണ്ടിട്ടുള്ളതാണ്. പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു ഈ എന്തോ ഒരു പേര് ഞാനത് മറന്നുപോയി. അത് ഹ്യൂജ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതൊക്കെ UK-ൽ നടന്ന സാധനങ്ങളാണ്. ഇതിനകത്ത് അമേരിക്കയിൽ നടന്ന ഒരു പ്രൈഡ് മാർച്ച് ഉണ്ട്. ആ പ്രൈഡ് മാർച്ചിൽ അവർ പറഞ്ഞൊരു എല്ലാവരും വിളിച്ച മുദ്ര, വി ആർ ഹിയർ, വി ആർ ക്യൂർ, വി ആർ കമ്മിങ് ഫോർ യുവർ ചിൽഡ്രൻ. അതായത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ക്യൂർ കമ്മ്യൂണിറ്റിക്കാരാണ്, ഞങ്ങൾ നിങ്ങളെ മക്കൾക്കായി വരുന്നു എന്നൊരു. അതൊക്കെ ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ അവിടെ ഉള്ളത് ഈ ഡ്രാഗ് ഷോ. കൊച്ചു കുട്ടികളുടെ സ്കൂളുകളിൽ പോയിട്ട് അർദ്ധനഗ്നരായിട്ടൊക്കെ നിൽക്കും ഡ്രാഗ് ഷോസ്. അത് ശരീരം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. അത് ഇവിടേക്ക് ഇനി വരാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഈ അടി നടക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അറിയാലോ, ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ ഭയങ്കര സപ്പോർട്ടാണ്, അവിടുത്തെ ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്താണ് അത് കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ബാൻ ചെയ്യേണ്ടി വന്നത്. ഒരു കൺട്രോൾ ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്കും ജീവിക്കാൻ നമുക്കും പോകാന്നുള്ള രീതിയിൽ പോവാം. പക്ഷേ ഈ കൈവിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൈവിട്ട് പോകുമ്പോൾ അതാണ് ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ നടന്ന് വലിയ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രസ്താവനയായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ദർ ആർ ഓൺലി 2 genders എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പ്രസ്താവനയായിരുന്നത്. ഈ എത്രയോ പഠനങ്ങളുണ്ട്, ഇവർ കഴിക്കുന്ന ഈ മെഡിസിൻസിന് ഭയങ്കര ബ്രസ്റ്റ് ക്യാൻസർ GnRH പോലെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അവരുടെ റിസർച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്നു, അതൊക്കെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ മെൻ്റലി പ്രോബ്ലംസ് വരുത്തുന്നു, അതാണ് സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കുറേ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇവിടെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മീൻസ് ഇപ്പം റോഹൻ ഇപ്പം അതിനെന്താ കുഴപ്പമില്ല പോട്ടെ എന്ന് പറയുമെങ്കിൽ, പക്ഷേ എനിക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെ നോർമലൈസ് ചെയ്യണ്ട. അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റയ്ക്ക് അവർ ജീവിച്ചോട്ടെ. പക്ഷേ ഇത് പക്ഷേ അപ്പോഴും അവരവരുടെ ജീവിതം ജീവിച്ചോട്ടെ പറയുമ്പോൾ അവർ ആ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടേതായിട്ടുള്ള സാധനങ്ങൾ, അവർക്ക് അവകാശങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഒരാളായിട്ടുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ എപ്പോഴും കാണുന്നതിൽ ഒരു മറ്റൊരു കണ്ണിലോട്ട് പോകുന്ന ഒരു പ്രവണത വരില്ല അങ്ങനെ വരുമ്പോൾ സമയത്ത്? ഭയങ്കര എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മറ്റൊരായിട്ട് ഏത് കാര്യത്തിലാണ് ഇതില്ലാത്തത്? കമ്മ്യൂണിസം പറയുന്നവന് കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യും? പറയുമ്പോൾ രണ്ടും രാഷ്ട്രീയമാണ്, രണ്ടും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഇവർ തന്നെയാണോ BJP-ക്കാരെ ആ കണ്ണിക്കൂടാണോ കാണുന്നത്? എങ്ങനെ പോയാലും ആൾക്കാരുടെ വ്യൂസിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാൻ ആങ്കർ എന്ന നിലയിൽ റോഹനെ കാണുന്നത്, റോഹൻ ഒരു ആക്ടർ എന്ന നിലയിൽ കാണുന്നതിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവരും സെയിം, അയ്യോ നിങ്ങളെല്ലാവരും സെയിം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല.
ഉറപ്പായിട്ടും അവരിൽ കാണുന്നതിൽ വ്യത്യാസം എന്തായാലും ഉണ്ട്. അവർക്ക് എന്നെയും കാണുന്നതിൽ വ്യത്യാസമുണ്ട്. അഭിഷേക് പണ്ടിങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ ആദില നൂറെ നമ്മൾ നേരിട്ടുണ്ടപ്പോൾ അവർ എന്നോട് മിണ്ടാഞ്ഞതും ഞാൻ അവരോട് മിണ്ടാഞ്ഞതും. നമുക്ക് എന്തിനാ വെറുതെ അവരവരുടെ ജീവിതം നോക്കിയിട്ടാ ഞാൻ മിണ്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇല്ല. അവരെന്നോട് മിണ്ടുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇല്ല. പോട്ടെ. ഈ ഇപ്പം കമ്മ്യൂണിറ്റി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു പറയുമ്പോഴും അതിനിടയ്ക്ക് തന്നെ പല ചേരിതിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നവമാധ്യമങ്ങളിൽ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജാൻമണിയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇത് ഏറ്റവും വലിയ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ചേരുന്നത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ സ്പെഷ്യൽ സീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കോട്ട കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതും അതിനുവേണ്ടി എന്തുമാത്രം ആൾക്കാരെ ഓഡിഷൻ കൊടുക്കുന്ന എനിക്കറിയാവുന്ന എത്ര പേര് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടെന്ന് പറയുമോ പോകാൻ വേണ്ടി. അപ്പം ഞാൻ ചിന്തിച്ച് ഇതിന് വേണ്ടിയാണോ ഇവർ മാറുന്നത്? ഇപ്പം ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇതാവേണ്ട മറ്റവരുടെ മാറേണ്ട അവസ്ഥയായിട്ടുണ്ട്. കോട്ടയിലോട്ട് മാറും. പലപ്പോഴും പലരും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോഴും ഞങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പറയാൻ താല്പര്യമില്ലാത്തവരുണ്ട് അല്ലേ? നെവിൻ ഓൾറെഡി പറയുന്നു. നെവിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആ നെവിന് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പല ഇന്റർവ്യൂസും വരുന്നുണ്ട്. അവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവൻ ചെയ്ത മാന്യതയാണ്. അവൻ നോർമലി അവൻ അവിടെ വന്നത് എന്റർടൈനർ ചെയ്തു. അവൻ പക്കയായിട്ട് എന്റർടൈൻ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയപ്പോൾ മിണ്ടും ചെയ്തു. ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു ഹി സോ സ്വീറ്റ്, എന്നോട് സ്വീറ്റായിട്ട് സംസാരിച്ചു എന്നുള്ള ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എനിക്ക് അപ്പം നല്ല കോണ്ടന്റ് കൊടുക്കുന്നു പുള്ളികൾ എന്റർടൈൻമെന്റ് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല എന്റർടൈൻ. ഇത് ശരിക്കും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഹളം ഉണ്ടാക്കണം, അടി ഉണ്ടാക്കണം, എന്നാലേ സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ, കോണ്ടന്റ് ചിന്താഗതി പൊതുവെ സാധനമുണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ? പക്ഷെ അവിടെയൊക്കെയാണ് നെവിൻ കൊടുക്കുന്ന കുറെ പരിപാടികൾ. എനിക്ക് ചില വീഡിയോസ് ഒക്കെ ഞാൻ ആദ്യം ഒട്ടും കാണത്തില്ലായിരുന്നു. അപ്പൊ ഈ റീൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്ത് അങ്ങ് വിടും. പക്ഷെ നെവിൻ്റെ വരുമ്പോൾ ഞാൻ എന്തൊക്കെ കാണിക്കുന്നത് അത് നോക്കാൻ വേണ്ടി. അപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ പട്ടി കയറ്റി വിട്ടപ്പോൾ അതൊക്കെ രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അവൻ പക്ഷേ ബാക്കി അവൻ്റെ ഗെയിമിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. പക്ഷേ അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കാണുന്നുണ്ട്. അവനോട് ഞാൻ മിണ്ടി, അതിനകത്ത് കയറിയപ്പോൾ ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് അപ്പോൾ അവൻ പറയുന്നുണ്ട് നമ്മൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇന്നൊരാളുടെ കല്യാണത്തിനില്ല. അപ്പോൾ ഞാൻ അവിടെ അല്ല, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ വെച്ചല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ മിണ്ടായിരിക്കണമെങ്കിൽ എനിക്ക് അവനോടും മിണ്ടായിരിക്കായിരുന്നു. ഇവനോട് ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്തു, ഞാൻ എന്തിനു പോയി സംസാരിച്ചു. അപ്പോൾ എൻ്റെ ചിന്താഗതി അങ്ങനെയാണോ എന്ന് ഇപ്പോൾ റോഹൻ തന്നെ പറ. പക്ഷെ അവൻ അവിടെ പലയിടത്തും പറയുന്നുണ്ട്, ഞാൻ കേട്ടു പല വീഡിയോസും വന്നിട്ടുണ്ട്. എൻ്റെ സെക്ഷ്വാലിറ്റി എനിക്ക് ഇവിടെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല. അവൻ കറക്റ്റ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അവൻ്റെ പ്രൈവറ്റ് ലൈഫിൽ അവൻ എന്താണോ അത് അവൻ ചെയ്തു. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ പരിമിതിക്കുള്ളിൽ സ്വകാര്യതയാണ്. അവൻ എടുത്ത ആ സ്റ്റാൻഡ് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ്റെ സെക്ഷ്വാലിറ്റി വെളിയിൽ പറയാൻ താല്പര്യമില്ല, അതെടുത്തിട്ട് ആൾക്കാരെ ആഘോഷിക്കാൻ താല്പര്യം. പക്ഷേ അവൻ്റെ സെക്ഷ്വാലിറ്റി വെച്ചിട്ട് വെളിയിൽ ഇന്റർവ്യൂ കൊടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന പറയാം. പക്ഷേ ഈ എൻ്റെ സെക്ഷ്വാലിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല, അതെൻ്റെ സ്വകാര്യത എന്ന് പറയുമ്പോഴും ഈ പലപ്പോഴും ഈ വെളിപ്പെടുത്താതാണ് പ്രശ്നം ഉണ്ടാവാറില്ല അല്ലെ? അതാണ് നേരത്തെ കാതൽ പോലെ സിനിമകൾ പറയുന്നത്. അത് ചിലർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരുണ്ടാവും, ചിലർ അത് അനുവദിക്കാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാരേജിലോട്ട് കിടക്കുന്ന സമയത്ത് ഒരു പാർട്ട്ണർ മറ്റൊരാളുടെ ലൈഫും കൂടെ മിസ്സാവുന്നത്. ഈ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പബ്ലിക് പ്ലാറ്റ്ഫോം ബിഗ് ബോസിലെ ന്യൂസ് ചാനലിൽ വന്ന് പറഞ്ഞ അതല്ലല്ലോ പബ്ലിക് പ്ലാറ്റ്ഫോം. അവൻ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവൻ്റെ ക്രോസ് ഡ്രസ് എന്തോ പരിപാടി വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അവൻ എനിക്ക് പാർട്ട്ണർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയൊക്കെ അവൻ്റെതായ ലൈഫിൽ പോകുന്നുണ്ട്. അവൻ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇത് നോർമലൈസ് ചെയ്യാനൊന്നും അവൻ നോക്കിയിട്ടേ ഇല്ല. അത് നല്ല സംഭവം. അവൻ കൂടുതൽ നോർമലൈസ് ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. അവൻ്റെ കാര്യം അവൻ പലവട്ടം പറയുന്നുണ്ട് എൻ്റെ സെക്ഷ്വാലിറ്റി എനിക്കിവിടെ പറയേണ്ട കാര്യമില്ല, അതവൻ്റെ പ്രൈവറ്റ് ലൈഫ്. അവൻ പ്രൈവറ്റ് ലൈഫിൽ അവൻ കറക്റ്റായിട്ടാണ് പോകുന്നത്. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് രീതി പോകുന്നത്. അതിലാരും തടയിടാൻ വരുന്നില്ലല്ലോ, അത് അവൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ സാധനമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇങ്ങനെ പബ്ലിക്കലി വന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവൻ ചെയ്തോട്ടെ, അവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് അവൻ്റെ സെക്ഷ്വാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അത് കറക്റ്റ്. അവൻ നിന്ന സ്റ്റാൻഡ് കറക്റ്റാണ്. എനിക്കൊന്ന് പോകുമ്പോഴും അവൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, ഞാനിങ്ങനെ നിൽക്കുന്നുള്ളൂ, എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവൻ കറക്റ്റായിട്ട് അവൻ നിൽക്കുന്നുണ്ട്. അവൻ്റേതായ കണ്ടൻറ്റ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അത് കറക്റ്റ് സ്റ്റാൻഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അവനോട് മിണ്ടിയപ്പോൾ എനിക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇവരെല്ലാം വേറെ